ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്ന പുതിയതായിട്ട് ഒരൈറ്റം എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് എന്തായാലും ആദ്യമായിട്ടാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ വേവിച്ചത്. അപ്പോൾ നമുക്ക് 2 പേരൊക്കെയുള്ള വീട്ടിൽ കപ്പയൊക്കെ വേവിച്ച് അധികം എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് തേങ്ങ അരച്ചൊന്നും ചേർക്കേണ്ട, കല്ല് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നോ. അപ്പോൾ ആദ്യം കുറച്ച് ചീനി എടുത്തിട്ടുണ്ട്, ഞാൻ 2 ചീനി എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അരിഞ്ഞ് എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒരു ചരി കൊടുത്ത് അതിൻ്റെ അരപ്പാത്രം വെള്ളം വെച്ച് അതിലേക്ക് ചീനിയിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പം അത് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഇറക്കാൻ നേരം ആകുമ്പോഴേ നമ്മൾ ഉപ്പിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് അപ്പോൾ അത് വേവാറായിട്ടുണ്ട്. അപ്പം അപ്പുറത്ത് ഞാൻ മീൻ കറി വെക്കാനായിട്ട് അപ്പുറത്ത് അടുപ്പിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചീനിയിൽ ചെറിയൊരു മഞ്ഞ കളർ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അത് ചെന്നീരൊടി എന്ന് പറയും. ചെന്നീരൊടി എന്ന് പറഞ്ഞാൽ ചീനി 2 ദിവസമൊക്കെ കിടക്കുമ്പോൾ അതിനകത്ത് ചിന്ത വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരുന്നത്. വെല്ലുമിച്ചിയൊക്കെ പണ്ട് പറയാറുണ്ട് നല്ല ടേസ്റ്റാണ്, വെല്ലുമിച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ട ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിവേപ്പില വേണം, വെളുത്തുള്ളി വേണം, പിന്നെ പച്ചമുളക്, നമ്മുടെ വീട്ടിലെ കൊല്ലയിൽ നിന്ന് കുറച്ച് പച്ചമുളക്, കാന്താരി മുളക്, ജീരകം, ഇത്രയും സാധനമാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മിക്സിയിലൊന്നും അരയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊരു കല്ലെടുക്കുക, അതിലോട്ടൊന്ന് ഇടിക്കല്ല് അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇടിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ്സിനകത്തോട്ട് ഇട്ടിട്ട് ഈ ചപ്പാത്തി വരുത്തുന്ന കമ്പുണ്ടല്ലോ അതിട്ട് 3 ഇടി കൊടുത്തു കഴിഞ്ഞാൽ അത് ചതഞ്ഞ് വരും. അപ്പം നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചതഞ്ഞെടുക്കാം. അപ്പം അത് ചതച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കിതിന് കടുക് വറുക്കണം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കറിവേപ്പില. അപ്പം അത് ചെയ്ത് പിന്നെ ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കടുകിട്ട് കൊടുത്ത് പൊട്ടിച്ചു. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകും ഒക്കെ, പിന്നെ ഇത് ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില അത് രണ്ടും മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ജീരകം അതെല്ലാം ചതച്ച് വെച്ചേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ അളവനുസരിച്ച് ഈ കടുക് വറുക്കുന്നതിൻ്റെ സാധനത്തിൻ്റെയൊക്കെ അളവ് കൂട്ടേണ്ടതാണ് കേട്ടോ, നമ്മുടെ ചീനിയുടെ അനുസരിച്ച്. അപ്പം ഞാൻ ചെറിയ 2 കഷ്ണം ചീനിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ അളവനുസരിച്ച് വേണം എടുക്കാൻ. അപ്പം അതൊക്കെ നമ്മൾ പതുക്കെ ചെയ്ത് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചു. ചെറുതായിട്ടൊരു ജസ്റ്റ് ഒന്ന് അടുപ്പ് കത്തിച്ച് ചായയിടാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് സുഖമായിട്ട് പാചകം ചെയ്യാനും അവർക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കും. അപ്പം നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീനി നമ്മൾ വേവിച്ച് ഇത് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. ചീനി ഊറ്റിയെടുത്ത് അപ്പം ഞാൻ ഊറ്റിയെടുക്കാനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഈ കണ്ണാപ്പ പാത്രമില്ല, അതിലോട്ട് ചീനി എടുത്ത് കുടഞ്ഞിടുക, അങ്ങനെയാണ് ഞാൻ എടുക്കുക. അപ്പം നമ്മുടെ കടുക് വറുത്തതിലോട്ട് ചീനി ഇടുക, ചീനിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ചൂട് കട്ടിയുള്ള പാത്രം നോക്കി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം അത് വലിയ പാത്രമില്ലാത്തതുകൊണ്ട് ഇളക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും ഞാനത് ഇളക്കിയെടുക്കുവാണ്. അപ്പം നമുക്കത് നന്നായി വൃത്തിയായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ചിലവർക്കങ്ങ് നല്ല കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം, ചിലവർക്ക് അധികം കുഴയാതിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾക്ക് എന്തായാലും നന്നായി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ചീനി വേസ്റ്റ് ആകത്തില്ല. നമ്മൾ ഉണ്ടാക്കിയ അത്രയും ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീനി എന്ന് പറയും, ഇച്ചിരി അങ്ങോട്ട് മാറിയ സ്ഥലത്തൊക്കെ കപ്പയെന്ന് പറയും, നമ്മൾ ചീനി എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ വേവിച്ച് കഴിഞ്ഞാൽ ചീനി ഒട്ടും വേസ്റ്റ് ആകത്തില്ല. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചീനി വേവിക്കുന്ന സമയത്ത് കൂടുതലും ചീനി വേസ്റ്റ് ആകും. അവിടെ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ലായിരുന്നു, പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചീനി വേവിച്ചതെന്നൊക്കെ പറഞ്ഞാൽ. പൊതുവേ പിള്ളേർക്കൊരു മടുപ്പാണ്, പക്ഷെ ഇങ്ങനെ ചെയ്ത് കൊടുത്ത് ഏത് പിള്ളേരും കഴിക്കും. അപ്പോൾ ഞാനത് ഇളക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് വേറൊരു ചരുവത്തിലോട്ട് മാറ്റിയിട്ട് അതിനകത്തിട്ട് ഇളക്കുന്നുണ്ട്.
അത് നന്നായി വെന്ത ചീനി ആയതുകൊണ്ട് ഇളക്കാൻ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ചെറിയൊരു തടിയുടെ തവിയിട്ടാണ് ഇളക്കുന്നത്. അപ്പോൾ അത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഡെക്കറേഷന് വേണ്ടി 2 കറിവേപ്പിലയൊക്കെ വെക്കുന്നുണ്ട്. അപ്പം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നോക്കാം. വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ചീനി കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, നല്ല ചീനിയാണോ കൊള്ളത്തില്ലയോ എന്നൊക്കെ നമുക്കൊരു സാധനം കണ്ടാൽ മനസ്സിലാവും. അപ്പം എന്തായാലും ഈ ചീനി കണ്ടു കഴിഞ്ഞാൽ കൊള്ളത്തില്ലെന്ന് ആരും പറയത്തില്ല. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം അതിൻ്റെ കൂടെ അപ്പുറത്തെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, അത് റെഡിയായി. അപ്പം നമുക്ക് മീൻകറിയും ഒക്കെ ഒഴിച്ച് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം ഞാനത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ വെച്ച മീൻകറിയും ചീനിയും ഒരുപോലെയാണ് റെഡിയായി വന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പറാണ്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കും, വളരെ ഇഷ്ടപ്പെടും. വലിയവർക്ക് വലുതായിട്ട് ഇഷ്ടപ്പെടണമെന്ന് വലിയവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.